ഹായ് ഓൾ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അതായത് ലിക്വിഡിറ്റി സ്ട്രാറ്റജി അല്ലെങ്കിൽ SMC, സ്മാർട്ട് മണി കോൺസെപ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിംഗ്, ICJ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതായത് കംപ്ലീറ്റ് സീരീസ് ആണ്. അപ്പം ഇതിൽ എങ്ങനെ ട്രേഡ് എടുക്കണം, അതായത് എന്താണ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് മണി എന്താണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു സീരീസാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വരുന്ന പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റിലാണ് എല്ലാവരും ട്രേഡ് എടുക്കുന്നത്. എന്താണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ്? ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ICT, അല്ലെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി? ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ വരുന്നതെന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഹൗ ലിക്വിഡിറ്റി വർക്ക്സ്. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ചാർട്ടിൽ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ട്രേഡിങ്ങിൽ എത്ര ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ട്? ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ആരാണ്? ഒന്ന് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ്. ഓക്കെ, റീറ്റെയിൽ ട്രേഡേഴ്സ്. ഈ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പൈസ ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്. ഓക്കെ, അപ്പം അവർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് HFT, ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രൈസ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പം പ്രൈസ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രൈസ് മൂവ് ആവുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് എന്താണ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്ന് ബൈ എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ബൈ എടുക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ട്രേഡിംഗ് സിസ്റ്റമാണ് എന്താണ് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രൈസ് ആക്ഷൻ, അതായത് കംപ്ലീറ്റ്ലി ഒരു പ്രൈസ് ആക്ഷൻ തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്മാർട്ട് മണി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ ബൈ അടിക്കുക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുക, അങ്ങനെയാണോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഓക്കെ, അവർ ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് സിസ്റ്റംസ് ആണ്. അപ്പം സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സപ്പോസ് ഇത് നമ്മുടെ ഒരു പ്രൈസ് പാറ്റേൺസ് ആണെന്ന് വെച്ചു. ഓക്കെ, ഇത് നമ്മളെപ്പോലുള്ള ഒരു പ്രൈസ് പാറ്റേൺസ് ആണ്. അപ്പം നമ്മളെപ്പോലുള്ള ഒരു റീറ്റെയിലേഴ്സ് വിചാരിക്കുന്നത് എന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് സോണ് അതായത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, ഇവിടെ നിന്ന് പ്രൈസ് ആ ഒരു റീടാപ്പ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് തന്നെ പോകും എന്നാണ് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് വിചാരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്താണ്, ഈ ഒരു 10 ഔട്ട് ഓഫ് 7 ബ്രേക്ക് ഔട്ടിലും അത് ഫെയിൽ ആവുകയാണ്. അതായത് മുകളിലോട്ട് പോകുന്നത് ഫെയിൽ ആവുകയാണ്. കാരണം ആ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഡൗൺ ആവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്, നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് ഓക്കെ ഇവിടുന്ന് എന്താണ് ബൈ എടുക്കും. പക്ഷേ എന്താണ്, ഇവിടുന്ന് ബൈ എടുക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരെയും സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ട്രേഡിങ്സിൽ അപ്പം നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് എന്താണ്, നമ്മുടെ പൈസയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, പൈസ അവർ ഏൺ ചെയ്യുകയാണ്. ഓക്കെ, പൈസ ഏൺ ചെയ്യുകയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ ഒരു റീറ്റെയിലർ ആണെങ്കിൽ നമ്മളെക്കാട്ടിൽ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം അവരുടെ പൈസയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി തന്നെ നമ്മളും ട്രേഡ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്, എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇപ്പോൾ പ്രൈസ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രൈസ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നോർമലി എന്താണ് ആൾക്കാർ ഈ ഒരു റേഞ്ചിൽ വിചാരിക്കുന്നത്, ഓക്കെ, ഈ ഒരു പ്രൈസിൽ വിചാരിക്കുന്നത് എന്താണ്, ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്കായി, അപ്പം നമുക്ക് ഇവിടുന്ന് ഒന്ന് ബൈ എടുക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ബൈ എടുക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ബൈ എടുക്കാം. റീടാപ്പ് വരുമ്പോഴത്തേക്കിന് ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ബൈ എടുക്കാം. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ബൈ എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? അതായത് ആ ഒരു മൊമെൻറ്റം ഫുൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ അപ്പ് സൈഡിൽ വരുന്ന ആ ഒരു ബ്രേക്ക് ഔട്ട് ടൈമിലെ നമുക്ക് മൊമെൻറ്റും കാര്യങ്ങളും കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ലിക്വിഡിറ്റി അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സ്മാർട്ട് മണി വർക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്മാർട്ട് മണി എന്ന് പറയുന്നത് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ഒരു
ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് ഈസ് എ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് കൂട്ടിക്കും. ഓക്കെ, HDFC ബാങ്ക് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പം ഈ HDFC ബാങ്കിന് എന്താണ് വേണ്ടത്? അവർ നമ്മളെപ്പോലെ ഒരു 100 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 250 ക്വാണ്ടിറ്റി അത്രയായിട്ടാണോ അവർ ട്രേഡ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അവർ ട്രേഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരിക്കും അവർ ട്രേഡ് ചെയ്യുന്നത്. കാരണം ആക്ച്വലി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്താണ് മാർക്കറ്റിംഗ് പ്രൈസ് കാര്യങ്ങളെല്ലാം മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. ഓക്കെ, അപ്പം അവർ ഈ HDFC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് എന്താണ് ഒരു 1000 lakh ഷെയർസ് അവർക്ക് ബൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് സെല്ല് ചെയ്യണം. 1000 lakh ഷെയർസ് അവർക്ക് സെല്ല് ചെയ്യണം. ഓക്കെ, ഇതൊരു ഏതെങ്കിലും ഒരു ഇൻഡെക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, നോർമലി പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു പ്രൈസ് നമ്മൾ വരയ്ക്കുന്നതാണ് ഈ ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു അസെൻഡിങ് അല്ലെങ്കിൽ ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഈ ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നതാണ് പ്രൈസ് ഇവിടെ വന്ന് റീടാപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു ഹൈയിലോട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു ടാർഗറ്റ് എവിടെയാണ് ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് പോകും എന്നാണ് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് വിചാരിക്കുന്നത്. ആക്ച്വലി അവർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ അവർക്ക് ഈ എല്ലാ ഒരു ഏരിയയിലും അവർക്ക് 1000 lakh ഷെയർസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓർഡേഴ്സ് അവർക്ക് കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഓക്കെ, അവർക്ക് എല്ലാ ഒരു ഏരിയാസിലും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർ നോക്കുന്ന ഏരിയാസ് ഏതാണ്? ഒന്നെങ്കിൽ ബ്രേക്ക് ഔട്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്. ഒരു ബ്രേക്ക് ഔട്ടിൽ അവർക്ക് ആ ഒരു ഷെയർസ് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടുന്ന് ഒന്ന് നമ്മളെപ്പോലുള്ള നോർമൽ റീറ്റെയിലേഴ്സ് എന്താണ് വിചാരിക്കുന്നത്? നോർമൽ റീറ്റെയിലേഴ്സ് എന്താണ് ഇത് ബ്രേക്ക് ഔട്ട് നടത്തി, അപ്പം നമുക്ക് ഇവിടുന്ന് ഒന്ന് ബൈ ചെയ്യാം. റീറ്റെയിലേഴ്സ് എന്താണ് ഇവിടുന്ന് ഒന്ന് ബൈ ചെയ്യാം. റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുക. അപ്പം റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുമ്പോൾ എത്രയാണ്? 1000 lakh ഇഷ്ടം പോലെ ഷെയർസ് നമ്മൾ ബൈ ചെയ്യും. നിയർലി എത്രയാണ്? നമുക്കൊരു 1000 lakh എന്ന് തന്നെ കൂട്ടാം. 1000 lakh ഷെയർസ് നമ്മൾ റീറ്റെയിലേഴ്സ് എന്താണ് ഇവിടുന്ന് ഒന്ന് ബൈ ചെയ്യും. ഓക്കെ, ഈ ബൈ ചെയ്യുന്ന എന്താണ് ഈ ഒരു ഏരിയ എന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് കിട്ടുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അവർക്ക് ഈ ഒരു ഏരിയയിൽ 1000 lakh ഷെയർസ് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവർക്കുണ്ട്. മനസ്സിലായോ? ഓക്കെ, 1000 lakh ഷെയർസ് സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർക്കുണ്ട്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്ന പരിപാടി? ഇവരന്നേരം ഹൈ ഫ്രീക്വൻസി ട്രേഡ്സ്, അതായത് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ അവരവരുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും. അതായത് 1000 lakh ഷെയർസ് അവർ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും ബയേഴ്സ് ഓൾറെഡി ഉണ്ട്. ബയേഴ്സ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് എന്താണ് ഇവരുടെ ട്രേഡ് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർക്കായി. അപ്പോൾ ഇവരുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിൽ എന്താണ് ഏറ്റവും കൂടുതൽ പൈസ കിടക്കുന്ന എവിടെയാണ്? റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, അതൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഓക്കെ, അപ്പം ഓൾറെഡി മാർക്കറ്റിൽ മൂവ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? എവിടെയാണോ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ എവിടെയാണോ പൈസ എവിടെയാണോ കിടക്കുന്നത് ആ പൈസ ഉള്ളിടത്തോട്ടാണ് മാർക്കറ്റ് പിന്നെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്? ഈ റീറ്റെയിലേഴ്സ് അപ്പോൾ ഇവിടുന്ന് ഒന്ന് സെല്ല് ചെയ്യുമ്പോഴത്തേക്കിന് അപ്പം അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇവിടുന്ന് സെല്ല് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് അതായത് പിന്നെയും ഒരു ബുള്ളിഷായിട്ടുള്ള കുറേ ക്യാൻഡിൽസ് കാണും. ഓക്കെ, ആ കാണുമ്പോൾ പിന്നെയും ആൾക്കാരെന്ത് ചെയ്യും? ബൈ ചെയ്യും. അതായത് മാർക്കറ്റ് പിന്നെയും വരുമെന്ന്. പിന്നെ എന്താണ് അവർ കംപ്ലീറ്റ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിനെ അവർ അടുത്ത ഒരു ലിക്വിഡിറ്റി ഏരിയയിലോട്ട് അവർ മാർക്കറ്റിനെ കൊണ്ടുവരും. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് വർക്കാവുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് വർക്കാവുന്ന ഒരു രീതി. ഓക്കെ, ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് എന്താണ് ഈ ഒരു ഓർഡേഴ്സ്, അതായത് ഇവിടുന്ന് നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകും. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകും. പക്ഷേ ചില സമയത്ത് എന്താണ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിന്നെയും മാർക്കറ്റ് അപ്സൈഡിലോട്ട് തന്നെ പോകും. ഓക്കെ, ശരിയല്ലേ? പിന്നെയും മാർക്കറ്റ് എന്താണ് അപ്സൈഡിലോട്ട് തന്നെ പോകും. ഓക്കെ, അപ്പം ഈ അപ്സൈഡിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ആൾക്കാരെന്താണ് ഇവിടുന്ന് നല്ലൊരു ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞാൽ
നോർമലി ആൾക്കാർ ചിലപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇവിടുന്ന് ഇനിയും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടേ പോകത്തുള്ളൂ എന്ന് വിചാരിക്കും. അപ്പം എന്ത് ചെയ്യും, ഇവിടുന്ന് നമ്മളെ റീറ്റെയിലേഴ്സ് എന്താണ് ഇവിടുന്ന് പ്രൈസ് താഴോട്ടേ പോകത്തുള്ളൂ എന്ന് വിചാരിക്കുമ്പം സ്മാർട്ട് മണി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്മാർട്ട് മണി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, ഇവിടുന്ന് അവർ അവരുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ബൈ പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതായത് ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോഴത്തേക്കിന് മാർക്കറ്റ് താഴോട്ടാണോ അല്ലെങ്കിൽ അപ്സൈഡ് ആണോ പോകുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഓക്കെ, അതിന് നമ്മുടെ ആ ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആ ഒരു രീതി വെച്ചിട്ട് നമ്മൾ വർക്കാവും. കാരണം നമ്മൾ റീറ്റെയിലേഴ്സാണ്, നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ തന്നെ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പം എന്താണ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, സ്മാർട്ട് മണി കോൺസെപ്റ്റ് ചെയ്യും, പ്രോഫിറ്റ് വരും. പക്ഷേ എന്താണ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയതുകൊണ്ട് നമ്മൾ റീറ്റെയിലേഴ്സ് ആയതുകൊണ്ട് നമുക്കൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഒരു സ്മാർട്ട് മണി വർക്ക് ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ഡയറക്ഷൻ തന്നെ മൂവ്മെൻറ്റ് നടത്തുവാണെങ്കിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞ പോലെ അതായത് മാർക്കറ്റിൽ മറ്റുള്ളവരുടെ അതായത് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയുണ്ടോ ആ ഒരു ഏരിയാസ് ആണ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് വാട്ട് ഈസ് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്? എല്ലാവരും പറഞ്ഞ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഓക്കെ, ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ഇൻഡ്യൂസ്മെൻ്റ് ചെയ്യും. അതായത് മാർക്കറ്റിൽ അവർക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇപ്പം മാർക്കറ്റിൽ എന്താണ് ഇതുപോലെ, അതായത് നമ്മുടെ ആ ഒരു 100 ഷെയർസ് അവർക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പ്രൈസ് മൂവ്മെൻറ്റ് അവർ ഇൻഡ്യൂസ് ചെയ്യും. അതായത് നോർമൽ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ആണ് എന്ന് അവർ കാണിക്കും. ആ ഒരു കാണിക്കുന്ന രീതിയിൽ എന്താണ്, അപ്പം നമ്മളെപ്പോലുള്ള നോർമൽ റീറ്റെയിലേഴ്സ് വിചാരിക്കും ദിസ് ഇസ് ബ്രേക്ക് ഔട്ട്, സോ വി ക്യാൻ എൻ്റർ ഇൻ എ കോൾ സൈഡ്. പക്ഷേ ആ ഒരു കോൾ സൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, ഇറ്റ്സ് എ ട്രാപ്പ് ഓർ ഇറ്റ്സ് എ ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, അപ്പം ആ ഒരു സെറ്റപ്പിനെ പറയുന്ന പേരാണ്, അതായത് പ്രൈസ് ഇൻഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്. ഓക്കെ, പ്രൈസിനെ ഇൻഡ്യൂസ് ചെയ്യുക, അതായത് അവർക്ക് ആ ഒരു ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ പ്രൈസിനെ ഇൻഡ്യൂസ് ചെയ്ത് അവരുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് ലിക്വിഡിറ്റി എന്താണെന്ന് മനസ്സിലായി, ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലായി, സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു തിയറി. അപ്പോൾ ഈ ഒരു തിയറി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റീസ്, എങ്ങനെയാണ് പല ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റീസ് വരുന്നത്. ഓക്കെ, നോർമലി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ മെയിനായിട്ടും വരുന്ന ലിക്വിഡിറ്റീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ. പ്രീവിയസ് സ്പെല്ലിംഗ് തെറ്റായിരിക്കും, ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് ഇടുന്നതാണ്. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, പിന്നെന്താണ്, പ്രീവിയസ് ഡേ ലോ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ലോ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. പിന്നെ ഏതൊക്കെയാണ് ഈ ലിക്വിഡിറ്റി ഏരിയാസ്? ഡേ ഹൈ, അത് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്, പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ ലിക്വിഡിറ്റി ഏരിയ ആണ്. പിന്നെന്താണ്, പ്രീവിയസ് വീക്ക് ഹൈ. ഓക്കെ, പ്രീവിയസ് വീക്ക് ഹൈ ഒരു ലിക്വിഡിറ്റിയാണ്. അതുപോലെ തന്നെ പ്രീവിയസ് വീക്ക് ലോ എന്ന് പറയുന്നതും പ്രീവിയസ് വീക്ക് ലോ എന്ന് പറയുന്നതും ഒരു ലിക്വിഡിറ്റിയാണ്. ഓക്കെ, പിന്നെന്താണ് നമുക്ക് വേറെ ലിക്വിഡിറ്റി ഏരിയാസ് വരുന്നത്? ഒരു സ്വിംഗ് ഹൈ സ്വിംഗ് ഹൈ ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, സ്വിംഗ് ഹൈ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. പിന്നെന്താണ്, ഒരു സ്വിംഗ് ലോ വളരെ ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ ഇങ്ങനത്തെ ഏരിയാസ് കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഏരിയാസാണ്. അപ്പം ഈ ഒരു ലിക്വിഡിറ്റി ഏരിയാസിലായിരിക്കും സ്മാർട്ട് മണി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഞാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഒരു കൺക്ലൂഷൻ പോലെ പറയാം. അതായത് പ്രൈസിനെ ഇൻഡ്യൂസ് ചെയ്ത് അവർക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഏരിയ അവർ കണ്ടുപിടിക്കുന്നു. ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡിറ്റി എങ്ങനെയാണ് സ്മാർട്ട് മണി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ നമുക്ക് വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റീസ്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും പറയുന്നതല്ല, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് വീക്ക് ഹൈ, പ്രീവിയസ് വീക്ക് ലോ. ഓക്കെ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, പിന്നെന്താണ് പ്രീവിയസ് മന്ത് ഹൈ, പ്രീവിയസ് മന്ത് ലോ. ഇതെല്ലാം ലിക്വിഡിറ്റീസ് ആണ്. പിന്നെ അടുത്ത ലിക്വിഡിറ്റീസ് ഏതാണ് നമുക്ക് വരുന്നത്? ഓക്കെ, ഡബിൾ ടോപ്പ്.
അതായത് ഈ ഒരു ഡബിൾ ടോൺ. ഓക്കെ, സെയിം ഹൈസ് വരുന്നത് എന്താണ്? ഒരു ലിക്വിഡിറ്റിയാണ്. സെയിം ഹൈ വരുന്നത് എന്താണ്? ഒരു ലിക്വിഡിറ്റിയാണ്. അതേപടി തന്നെ നമുക്ക് വേറെ വരുന്നത് എന്താണ്? സെയിം ലോ വരുന്നതും ലോ വരുന്നതും ഒരു ലിക്വിഡിറ്റിയാണ്. ഓക്കെ, സെയിം ലോ വരുന്നതും നമുക്കൊരു ലിക്വിഡിറ്റിയാണ്. മനസ്സിലായോ? ഓക്കെ, പിന്നെന്താണ്? ഒരു പ്രൈസ് ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇൻഡ്യൂസ്മെൻറ്റ് അതായത് ഇതൊരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ വെച്ചാൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് എന്താണ്? ഡൗൺ സൈഡ് വരാനും പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലിക്വിഡിറ്റി ഏരിയാസ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഏതാണ്? ഒരു ട്രെൻഡ് ലൈൻ ഈസ് ഓൾസോ എ ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ട്രെൻഡ് ലൈനും ഒരു ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഫുള്ള് ലിക്വിഡിറ്റിയാണ്. മനസ്സിലായോ? പിന്നെന്താണ് അടുത്തത് വരുന്നത്? എന്താണ്? അപ്സൈഡ്. ഓക്കെ, അപ്സൈഡ് ചാനൽ. ഓക്കെ, ഇതും എന്താണ്? ഒരു ലിക്വിഡിറ്റിയാണ്. ഓക്കെ, മനസ്സിലായോ? ഇതും ഒരു ലിക്വിഡിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ലിക്വിഡിറ്റി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. നമുക്കപ്പം ഈ ഒരു വീഡിയോ സീരീസ് കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയുടെ ലെങ്ത് അതായത് ഒരു 15 മിനിറ്റ്സ് ആ ഒരു വീഡിയോ ലെങ്ത് കാര്യങ്ങളൊക്കെ മതി. നമുക്ക് ആ ഒരു ലെങ്തിൽ തന്നെ നമുക്ക് ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ലിക്വിഡിറ്റി വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ അനലൈസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് ലിക്വിഡിറ്റി ഏരിയാസിൽ മാർക്ക് ചെയ്ത് ഹൈ ഫ്രീക്വൻസി ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ എങ്ങനെയാണ് ഒരു റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്മാർട്ട് മണിയിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു സീരീസ് നമ്മൾ എന്തായാലും ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാനപ്പം ഈ ഒരു വീഡിയോ മൺഡേ ടു സൺഡേയിൽ 2 വീഡിയോസ് ആയിരിക്കും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ വളരെ ഇൻഫർമേഷൻസ് ഉള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഡെയിലി ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ മാർക്കറ്റ് നാളത്തെ ഒരു ഹൈ ഏരിയ ലിക്വിഡിറ്റി ഏരിയാസ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹൈ ലിക്വിഡിറ്റി ഏരിയാസ് വെച്ചിട്ട് ആ ഒരു ഏരിയാസിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ലൈവ് ട്രേഡ്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോസിലും ചാനലിലൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് സീരീസ്, അതായത് ലിക്വിഡിറ്റി സീരീസ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇതൊരു പ്ലേലിസ്റ്റ് ആക്കി ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്ലേലിസ്റ്റ് കാര്യങ്ങൾ വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. സെക്കൻഡ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ അപ്പം ഈ ഒരു നെക്സ്റ്റ് കമ്മിങ് സൺഡേക്ക് മുന്നായിട്ട് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.